എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്നേ അങ്ങനെ നിർമ്മലിനെ പൊളിച്ചടുക്കുന്നുണ്ട് നവ്യ. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ എനിക്ക് പല സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അനാമികയെ കുറിച്ച്. അപ്പൊ അനാമിക വളരെ മോശമായിട്ടുള്ള രീതിയിൽ അനിയോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനിയുടെ ക്ഷമ നശിക്കുകയാണ്. അപ്പം നന്ദുവിനെ തന്നെ പറ്റി വളരെ മോശമായി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനി അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അനാമികയുടെ. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു വഴിക്ക് വെച്ച് നിർമ്മലിനെ കാണുമായിരുന്നു നവ്യ. വഴിക്ക് വെച്ച് കണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം നിർമ്മൽ പറഞ്ഞിട്ടാണ് നവ്യ അങ്ങോട്ട് വന്നത് തന്നെ. പിന്നീട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നിർമ്മൽ നവ്യയോട് സംസാരിക്കണത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, അതെ ഇന്നത്തോടു കൂടി നിന്റെ ഈ കളി ഇവിടെ അവസാനിപ്പിച്ചോളാം. ഇനി ഈ കാര്യം പറഞ്ഞ് മേലെ എൻ്റെ അടുത്തേക്ക് വരില്ല. എനിക്ക് മെസ്സേജ് അയക്കുവോ അതോ വല്ല ഫോട്ടോസ് അയക്കുമോ ഒന്നും ചെയ്തേക്കരുത്. എനിക്കറിയാം നീ അതെല്ലാം എഡിറ്റ് ചെയ്താന്ന്. എന്തിനു വേണ്ടിയായിട്ട് മാത്രം എനിക്കറിയില്ല. ഒരുപക്ഷെ നിന്റെ ഉദ്ദേശം പണമായിരിക്കില്ലേ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരു 5 രൂപ പോലും ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയല്ലേ. എന്റെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും അല്ല. എനിക്ക് നിന്നെ സ്വന്തമാക്കണം, എനിക്കത് മാത്രം ആഗ്രഹമുള്ളെന്ന് പറയാം. ഇത് കേട്ട നവ്യക്ക് ദേഷ്യം വന്നു. നവ്യ നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവന്റെ കോളർ ഞാൻ കയറി പിടിക്കണം. നീ എന്താ കാണിക്കുന്നേ, വെറുതെ ഷോ കാണിക്കാതെ കൈ എടുക്കാൻ പറയണം. നവ്യയുടെ കൈ അങ്ങ് മാറ്റുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ കൂടുതൽ കളിച്ചാണ്ടല്ലോ ഇപ്പൊ തന്നെ നീ വിവരം അറിയുന്നറേ. ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു, എന്നാ നീ ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് കാണട്ടെ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ. നീ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ വിളിക്കുന്നിടത്തൊക്കെ വരുമെന്നോ. അത് ഇനി വേറെ ആളെ നോക്കണം. എടാ ഞാനിപ്പോ ഒരു ഭാര്യ ഒരാളുടെ അതറിയാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേനും അവൻ പറഞ്ഞു, ഞാനിപ്പം ഞാൻ എന്ത് ചെയ്യണം. നീ ഭാര്യയാണല്ലോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. ഇതേപോലെ നവ്യ പറഞ്ഞു, അധികം വൈകാതെ അങ്ങനെയാണെങ്കിൽ നീ ജയിലിൽ പോകേണ്ടി വരും. നീ അഴി എണ്ണാണ്ട് വരും മോനെ. ഇപ്പൊ അറിയാലോ എന്റെ നേർക്കാനും കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഉള്ളയാന്ന് പറയണം. ഇത് കേട്ടോ, ഓഹോ നിനക്ക് അത്രയ്ക്ക് വല്ല ധൈര്യമാണെന്ന് ചോദിക്കണം. അതെ ഞാൻ കാണിച്ചുതരാം, ഈ നവ്യ ആരാ നിന്നെ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവളും കൂടി പോവാണ്. അവള് പോയ ഉടനെ നിർമ്മൽ എന്ത് ചെയ്യണം, നേരെ അബീനെ വിളിക്കുകയാണ്. അബീനെ വിളിച്ചിട്ട് അബിയോട് ഉടനെ കാണണം എന്നൊക്കെ പറയാ. പിന്നീട് അബി നിർമ്മലിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോ നിർമ്മല് കാര്യങ്ങളൊക്കെ പറയാ. നവ്യനെ കണ്ടതും നവ്യ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അബി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നീ അടുത്ത ഡോസ് കൊടുത്തോ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. പക്ഷെ അവളെന്തേലും കേസ് കൊടുക്കും അങ്ങനെ എന്തേലും ഒന്നും ഉണ്ടാവില്ല. നവ്യല്ലേ ആള്, എന്റെ ഭാര്യയല്ലേ അവൾ ഇതല്ല ഇതിലപ്പുറം പറഞ്ഞിരിക്കും. പക്ഷെ അവള് കേസും കൂട്ടമായിട്ടൊന്നും പോകത്തില്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്നെ നോക്കിക്കോളാം. പിന്നെ അറിയാലോ അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. അങ്ങനെ പോവുകയാണെങ്കിൽ നീ ഉദ്ദേശിക്കുന്നേക്കാളും നല്ലൊരു സമ്മാനം നിനക്ക് ഞാൻ തന്നിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല ചോദിച്ചു, ഉറപ്പാണല്ലോ എനിക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ട് നീ പൊക്കോളാൻ പറയാണ്. പിന്നീട് നവ്യ വീട്ടിലേക്ക് വരുവാണ്. നവ്യക്കാണ് ആകെപ്പാടെ പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് നവ്യ വരുന്നത്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നിർമ്മലിനെ കുറിച്ചുള്ള കാര്യം ഓർത്തിട്ട് വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്റെ കാര്യത്തിൽ തീരുമാനമോ. മുത്തശ്ശി അന്ന് ആ ഫോട്ടോ കണ്ടെങ്കിലും മുത്തശ്ശി ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എത്ര കാലം മൂടി വെക്കാൻ പറ്റും. അവനിങ്ങനെ ശല്യമായിട്ട് പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ആരുടെയും സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇല്ലെങ്കിൽ നാളെ അവൻ ചിലപ്പോൾ വീട്ടിൽ കയറി വരും, തന്നെ കുറിച്ച് അനാവശ്യമായിട്ട് പറയും. അത് മാത്രമല്ല തന്റെ വല്ല വീഡിയോസ് ഒക്കെ മോർഫ് ചെയ്തിടും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേട് കാണും, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. തനിക്ക് മാത്രമല്ല തന്റെ കുടുംബത്തിനും വല്ലാത്ത നാണക്കേടോ. അതൊക്കെ ഓർത്ത് തല പോഞ്ഞ് വരുന്ന സമയത്താണ് അബി അങ്ങോട്ട് വരുന്നേ. അബി നബീനെ കണ്ട് നബിയോട് ചോദിച്ചു, അല്ല നീ എവിടെ പോയതായിരുന്നു ചോദിക്കണം. ഇല്ല ഞാൻ പുറത്തു വരെ പോയതാ. അല്ല എന്താ നീ ഒന്നും പറഞ്ഞില്ല, പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല നബിയെന്ന് ചോദിക്കണം. അല്ല അബി അതെനിക്ക് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയതാന്ന് പറയും. അല്ല നീ പറയുന്നോണ്ട് ഞാൻ ചോദിച്ചാ, കാരണം വിശ്വസിക്കാൻ പറ്റില്ല, നീ ഇതിനേക്കാളും വലിയ തരികട പരിപാടികളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ടാന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ ചോദിച്ചു, എന്താ എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കണം. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പൊ നീ വേറെന്തൊക്കെ തരികട പരിപാടി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, കള്ളഗർഭമൊക്കെ ഞാൻ സഹിച്ചു. പക്ഷെ നിനക്ക് ആരുടെയും പ്രണയമുണ്ട് അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് അഭിമാനപൂർവ്വം പറഞ്ഞ കാര്യ, നവ്യയുടെ ഉള്ളറിയാൻ വേണ്ടി പറഞ്ഞ. പക്ഷെ ഇത് കേട്ട നവ്യയിലൊരു ഞെട്ടലുണ്ടായി. അബി എന്താ അങ്ങനെ പറഞ്ഞ, നീ തന്നെ കുറിച്ച് എന്തേലും അറിഞ്ഞു കാണോ. പെട്ടെന്ന് നവ്യ ചോദിച്ചു, എന്താ അബി അങ്ങനെ പറഞ്ഞേ, നിനക്ക് എന്നെ അത്ര വിശ്വാസം ഇല്ലേന്ന് ചോദിക്കും. വിശ്വാസം ഉണ്ട് നവ്യ, പക്ഷെ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, ഞാൻ നിന്നോട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ എങ്കില് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. ഇവനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും. അതോർത്ത് ആ പാടെ സമനില തെറ്റുന്ന പോലെ തോന്നുന്നു നവ്യക്ക്. പിന്നീട് നവ്യ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്താണെങ്കിൽ നന്ദുവിന്റെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അനിയെക്കുറിച്ചുള്ള ചിന്തകൾ. അവൻ വീട്ടിലേക്ക് പോയിട്ടാണെങ്കിൽ
വീട്ടിലേക്ക് പോകാൻ പോലും തോന്നില്ല. പകുതി വഴി എത്തപ്പത്തിന് സ്കൂട്ടി നിർത്തിയിട്ട് അവിടെ കുറെ സമയം ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഓർത്ത് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട. അങ്ങനെ നേരെ പാർക്കിലേക്ക് പോവാണ്. അവിടെ പോയി തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. കുറെ സമയമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. മൊത്തം അനിയെക്കുറിച്ചുള്ള ചിന്തകളാ. അത് മാത്രമല്ല, അവിടെ ചെന്നപ്പം നയനേച്ചി ചോദിച്ച കാര്യങ്ങളും തന്നോട് നയനേച്ചി ചോദിച്ചാ തനിക്ക് എന്ത് പറ്റി, തന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, അതൊക്കെ ചോദിച്ചാ. പക്ഷെ താനൊന്നും തുറന്നു പറഞ്ഞില്ല. അത് മാത്രമല്ല, ഇത്ര വലിയ ഫ്രണ്ടായിട്ട് പോലും അനിയുടെ മനസ്സിലുള്ള കാര്യം നിന്നോട് തുറന്നു പറഞ്ഞില്ലേ എന്ന്. പക്ഷെ വേണമെങ്കിൽ തനിക്ക് പറയായിരുന്നു അനിയുടെ മനസ്സിൽ താനാന്നുള്ള കാര്യം. പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനേച്ചി തളർന്നു പോകും. നയനേച്ചിയുടെ മാത്രമല്ല, നവ്യേച്ചിയുടെ ജീവിതം തകരും. പിന്നെ 3 പെൺമക്കളും വീട്ടിൽ നിൽക്കേണ്ടി വരും. അച്ഛനും അമ്മയ്ക്കും ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോ. അത് വേണ്ട. ഇപ്പോഴാണെങ്കിൽ താൻ മാത്രം സഹിച്ചാൽ മതിയില്ല. വെറുതെ എന്തിനാ എല്ലാവരുടെയും വേദനകളും വിഷമങ്ങളും. അങ്ങനെ സ്വയം മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താനായിട്ട് നന്ദു ശ്രമിക്കുമായിരുന്നു. എന്നാലും നന്ദുവിന്റെ ഉള്ളിൽ പെടഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അച്ഛനോടും അമ്മയോടും പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ പോലും തന്റെ വിഷമം കണ്ടുകഴിയുമ്പോൾ അവർക്കും വിഷമമാവും. അമ്മയാണെങ്കിൽ ആ പാടെ സമനില തെറ്റി പോലെ അമ്മയുടെ നടപ്പ്. അതൊക്കെ ഓർത്തപ്പോൾ നന്ദുവിനും വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയം അനിയുടെ ഫോണിലേക്ക് അനാമികയുടെ കോൾ വരുമായിരുന്നു. അനാമികയുടെ ഞാൻ കുറെ സമയമായിട്ട് നിന്നെ വിളിക്കുന്നു, നീ എന്താ കോൾ എടുക്കായിരുന്നു അനിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി. നിനക്ക് എന്താ തിരക്ക് അവിടെയുള്ളേ? അനി കല്യാണത്തിന്റെ കുറിയൊക്കെ അടിച്ച് കിട്ടണമല്ലേ ഉള്ളൂ. അനി കല്യാണം വിളിക്കാൻ തുടങ്ങിയില്ലോ, പിന്നെന്താന്ന് ചോദിക്കുകയാണ്. അത് മാത്രമുള്ളോ അനാമി, എനിക്ക് തിരക്ക്, എനിക്ക് വേറെ തിരക്കൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇവിടെ നന്ദു വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത്. ഓഹോ, അവൾ അവിടെ വന്നോ? അല്ല, എന്തിനു വന്നാ? അത് വേറൊന്നുമല്ല, നയനേച്ചി വിളിച്ചിട്ട് വന്നാ. അവൾക്ക് എന്തോ വല്ലാത്ത വിഷമമുണ്ട്, അതെന്താണെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് നയനേച്ചി വിളിച്ചു വരുത്തിയെന്ന് പറയും. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് നല്ല സംശയമുണ്ട്. ദേ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ ഇങ്ങനെ അവളുടെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള വരവ് അത്ര ശരിയല്ല കേട്ടോ എന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അനി പറഞ്ഞു, അതെന്താനാമേ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇനിയിപ്പൊ നിന്റെ കല്യാണം ആവാൻ പോവല്ലേ. ഇപ്പൊ അവള് വെറുതെയാണ് അവിടെ വരുന്നെങ്കിൽ പോലും ആൾക്കാർ വെറുതെ തെറ്റിയിരിക്കും. ഓ, അത്രമാത്രം തെറ്റിയിരിക്കാനൊന്നും പോകുന്നില്ല. അതോർത്ത് നീ പേടിക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ടിപ്പോ അനാമരം, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ഉള്ള കാര്യം പറഞ്ഞേ. അവളുടെ അവിടുത്തെ ആ വരവ് അങ്ങ് നിർത്തിയാക്കണമെന്ന് പറയാണ്. പിന്നെ അറിയാലോ, എനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം ചെലവഴിക്കുന്ന ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. കല്യാണത്തിന് ശേഷം മറ്റു പെൺകുട്ടിയായിട്ട് സൗഹൃദം കൂടുന്ന എനിക്കിഷ്ടമില്ല. അതിപ്പോ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടിപ്പോ എനിക്ക് ദേഷ്യം വന്നു. അനി പറഞ്ഞു, അല്ല, നിന്നെ കല്യാണം കഴിച്ചെന്നോർത്തോണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യണമെന്നുണ്ടോ? അതും നന്ദുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഞാൻ നിന്നെ കല്യാണം കഴിച്ചെന്നോർത്തോണ്ട് ഒരിക്കലും കട്ട് ചെയ്യാൻ പോകുന്നില്ല അനാമിക. അങ്ങനെയുള്ള മനസ്സിൽ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം. അനാമയ്ക്ക് വല്ലാത്തൊരു അടിയായിപ്പോയി. അനാമയെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദുവിനെ കുറിച്ച് അനി അങ്ങനെയൊക്കെ പറയുന്നത്. ഫോൺ വെച്ച് ചെയ്യുമ്പോൾ എനിക്കും വല്ലാത്ത വിഷമമായി. പാവം നന്ദു, അവള് ഇതൊക്കെ അറിയുന്നുണ്ടാവോ? ഇതിങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും അറിയത്തില്ല. അനാമികയാണ്. ഇപ്പൊ തന്നെ അനാമിക്ക് സംശയമാണ്. ഇനിയിപ്പോ കല്യാണത്തിന് ശേഷം അങ്ങനെ നന്ദു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് ഇനി അവള് വഴക്കുണ്ടാക്കുവോ? ഇനിയിപ്പോ ആരുടെയും തുറന്നു പറഞ്ഞാലോ? നയനേച്ചിയോട് തുറന്നു പറഞ്ഞാലോ? നയനേച്ചിയോട് തുറന്നു പറഞ്ഞാൽ നയനേച്ചിക്ക് ചിലപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടാൽ പറ്റിയേക്കും. പക്ഷെ വേണ്ട. അല്ലെങ്കിൽ തന്നെ നയനേച്ചി ഇപ്പൊ ആദർശേണ്ട വായിന്ന് നല്ല ചീത്ത കെട്ടിയിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അതായിരിക്കും. ഇനിയിപ്പം നയനേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അത് വേണ്ട. നോക്കാം, മുന്നോട്ട് പോവാം. എത്രത്തോളം വരെ ചെല്ലുമെന്ന് അറിയട്ടെ. അങ്ങനെയൊക്കെയുള്ള ചിന്ത അനിയുടെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോ അവസാനം നവ്യക്ക് പിടിച്ചിരിപ്പില്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും നവ്യ പോയി നയനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. കാരണം എത്ര കാലം എന്ന് വെച്ചാൽ മൂടി വെച്ചോണ്ടിരിക്കണേ. അവന്റെ ഭീഷണി കൂടി കഴിയുമ്പോഴത്തേനും നയനോട് പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. നയന പിന്നീട് അത് ആദർശനോടൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇതിന്റെ പുറകില് ആരോ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദർശം ഇറങ്ങി തിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.